സുമി സുമി എന്തോ എന്താ പരിപാടി? ഇന്ന് ഒരു റാസ്ബെറി നടാൻ നമുക്ക്. കാരണം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ റാസ്ബെറി എന്താണ് നട്ടൊന്നും കാണിക്കാത്തതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നടേണ്ട രീതി എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നമ്മളോട് വാങ്ങിക്കുന്നവരും. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓൾറെഡി ഇവിടെ റാസ്ബെറി ഉണ്ട്, കാഴ്ച നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണ് നട്ടത്, ആ നടേണ്ട രീതി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ എപ്പോഴും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളൊരു വീഡിയോ ആയിട്ട് അതൊന്ന് ചെയ്ത് കാണിക്കാം. നമ്മൾ ഓൾറെഡി ബ്ലൂബെറി ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ കാണിച്ചായിരുന്നു, അതുപോലെ റാസ്ബെറി നടേണ്ട ഒരു വീഡിയോ നമുക്കൊന്ന് ചെയ്ത് കാണിക്കാം. വാ. നമുക്കപ്പോൾ ഇവിടുന്ന് ഒരു റാസ്ബെറി എടുത്തുകൊണ്ട് അങ്ങ് പോകാം, എന്നിട്ട് നടാം കേട്ടോ. അപ്പം നമ്മൾ സിംഗിളായിട്ടുള്ള ഒരെണ്ണം എടുക്കുന്നുണ്ട്. മിക്കതിലും ഡബിൾ ഷൂട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് എടുക്കുന്നില്ല, അത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക. ഇത് സിംഗിളായിട്ടുള്ള ഒരെണ്ണമാണ്, ഒറ്റ വള്ളിയേ ഉള്ളൂ കണ്ടോ. അപ്പോൾ നമുക്കിതെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള റാസ്ബെറി. അപ്പോൾ നമുക്ക് നടാം. പിന്നെ വേറൊരു സംഭവം കാണിച്ചിട്ടേ, നമ്മുടെ റാസ്ബെറി ഉണ്ടായി കിടക്കുന്നതാണ് കേട്ടോ. കണ്ടോ, ഇത് നിറയെ ഉണ്ട്. ഇന്നിപ്പോൾ ഒക്കെ പഴുത്ത് കിടക്കുവാണേ, നല്ല മഴയുണ്ട്. ഈ കാറ്റടിച്ചിട്ട് കാറ്റ് പറിച്ചു കേട്ടോ. അത് ഇന്ന് പറിക്കണം. ഇന്നിപ്പോ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറിക്കാം. ഇവിടെ ആയിട്ടുണ്ട്, ഇവിടെ കായ് വരുന്നുണ്ട്, ഇവിടെയൊക്കെ പൂത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ. പിന്നെ ഇവിടെ വേറൊരു തണ്ടും പൂത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിന്റെ മൊട്ട്, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് കണ്ടോ, നിറയെ ഉണ്ടായി കിടപ്പുണ്ട്. നോക്കിയിട്ട് കണ്ടോ, ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. കണ്ടോ, മേളിലൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഗ്രോ ബാഗാണ് എടുക്കണം കേട്ടോ. അതൊരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഗ്രോ ബാഗാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ നട്ടത് നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ, അത്യാവശ്യം ഭയങ്കര വലിപ്പമുള്ളതായിരുന്നു. അതൊരു 25, 28 ആ സൈസ് അങ്ങോട്ട് വരുന്നൊരു ഗ്രോ ബാഗാണ്. അപ്പോൾ നമ്മളിത് അത്രയും ഇല്ല, ഇത് നമുക്കൊരു 18, 20 വരുന്ന ഒരു ഗ്രോ ബാഗാണ് കേട്ടോ. നമുക്കിത് ഇതിനകത്ത് നടാം. ഇപ്പോൾ തൽക്കാലം ഇതിനകത്ത് നടാം. പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് നമ്മൾ തന്നെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയതെന്ന് വെച്ചാൽ ചകിരിച്ചോറ്, മണ്ണ് പകുതിയായിട്ട് എടുത്ത്, അതായത് ഒരു പാത്രം ചകിരിച്ചോറാണെങ്കിൽ ഒരു പാത്രം മണ്ണ്, നല്ല ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ്. അതിനകത്തേക്ക് നമ്മുടെ അതും ഇത് കണ്ടോ, മണ്ണും ചകിരിച്ചോറും പിന്നെ കുറച്ച് ജൈവവളങ്ങളും കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് ഈ മിക്സ്, സൂപ്പർ മിക്സാണ്. ജൈവമണ്ണിര, കമ്പോസ്റ്റ് ഇതൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി നല്ല സൂപ്പർ മിക്സാണ്. അത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുവാണ്. കണ്ടോ, ആ മണ്ണിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് നോക്കിക്കേ നിങ്ങൾ, അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. കണ്ടോ, ഇതാണ് കയ്യിലെടുത്ത് പുട്ടിൻ്റെ പൊടി പോലെയാ. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. കണ്ടോ, ഇതിനകത്തേക്ക് നമുക്ക് എന്ത് സാധനം നല്ല ഭംഗിയായിട്ട് നട്ട് കൊടുക്കാൻ പറ്റും. ഈ മണ്ണ് തന്നെ ഞങ്ങൾ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ള മണ്ണ് നല്ലോണം ട്രീറ്റ് ചെയ്ത മണ്ണാണ് കേട്ടോ. അപ്പം നമ്മളുടെ കയ്യിൽ റാസ്ബെറി കിട്ടുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എടുത്തിട്ട്, അപ്പം ഞാനിതിന് നമുക്കൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്ക് അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കവറങ്ങ് കീറി കളഞ്ഞേക്കണം. നമുക്കിത് സ്ഥിരം ഇങ്ങനെ ചെയ്ത് ശീലമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഞാനിതിനെ ഇങ്ങനെ എടുക്കും, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, നമ്മളുടെ കയ്യിൽ നിന്ന് വീണ് പോകുമെന്നുള്ള ഭയമൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് കമത്തി പിടിക്കും, എന്നിട്ട് പതിയെ ഇങ്ങനെ അങ്ങ് ഊരിയെടുക്കും. കണ്ടോ, ഇതിൽ വേരൊക്കെ വന്നിരിക്കുന്ന കണ്ടോ. ഇത് കണ്ടോ, ഇത് നോർമൽ മണ്ണിൽ മാത്രം നട്ടേക്കുന്നതാണ്. മണ്ണും പിന്നെ കുറച്ച് ഉമ്മിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചുറ്റിനും കുറച്ചുകൂടെ മണ്ണ് നമ്മുടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ബാഗ് മണ്ണും കൂടെ നമുക്ക് ഒരു പകുതി ബാഗ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞങ്ങൾ തന്നെ മിക്സ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെക്കണമാണ് കേട്ടോ. ചിലർ വരുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്
കുറച്ച് മണ്ണും കൂടെ തരുമെന്ന്. അപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സ് ഇങ്ങനെ ആക്കി വെക്കുന്നതാണ്. അത് ഒട്ടും ചിലവർ മണ്ണ് ഒട്ടും ഇല്ലാതെ ചെടികൾ വാങ്ങാൻ വരുമ്പോഴേ മണ്ണ് ഒട്ടും ഇല്ലാത്തവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് ഓക്കെ ആയിട്ടുള്ളത് നമുക്ക് കൊടുക്കാമല്ലോ. അത് അതിനകത്ത് വേറെ ഒന്നുമില്ല. ബ്ലൂബെറിയുടെ അത്രയും പ്രിക്കോഷൻ്റെ ആവശ്യമില്ല. ഇല്ല, നമ്മൾ ബ്ലൂബെറി നടുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് അങ്ങനെയുള്ള അത്രയും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിങ്ങനെ അങ്ങ് നട്ടു കൊടുക്കാം കേട്ടോ. ദേ സൂപ്പറായിട്ട് നമ്മൾ നട്ടു. ഇപ്പോഴാണെങ്കിൽ ഞാറ്റുവേല ടൈമാണ്. നമുക്ക് എന്തും നടാം. ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് ആണെങ്കിലും അതുപോലെ ചെടികളാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും നടാൻ പറ്റിയ കാലാവസ്ഥയും അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സമയമൊക്കെ കൂടിയാണ് കേട്ടോ. ഇപ്പം കീടങ്ങളോ മറ്റ് സംഭവങ്ങളൊന്നും ഈ സമയത്ത് നട്ടാൽ അധികം ആക്രമിക്കില്ലെന്നൊക്കെയാണ് പറയുന്നത്. അറിയത്തില്ല, എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഉള്ള ചെടികളെയൊക്കെ ഭംഗിയായിട്ട് നടുക. ഇതെങ്ങനെയാണ് റാസ്ബെറി അപ്പം നമ്മൾ നടുന്ന രീതി. അപ്പോൾ ദേ നമ്മൾ നട്ടേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളിയായിട്ട് നട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടായിട്ടുമുണ്ട്. ഇങ്ങനെ നട്ടാൽ മതി കേട്ടോ എല്ലാവരും. ഇത്രയൊക്കെ ഉള്ളു പരിപാടി. ഓക്കെ, അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.